പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച കൃഷിമന്ത്രി പി പ്രസാദ്. ബഹിഷ്കരണം വേദിയിലെ ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. വേദിയിൽ ഉണ്ടായിരുന്നത് RSS ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമെന്ന് മന്ത്രി പി പ്രസാദ്. സെക്രട്ടേറിയറ്റിൽ പരിപാടി സംഘടിപ്പിച്ച സർക്കാർ കൃഷിമന്ത്രിയുമായി സംസാരിച്ച് മുഖ്യമന്ത്രി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി PV അൻവർ. പ്രചാരണം തുടങ്ങിയത് അൻവർ പത്രിക പിൻവലിക്കുമെന്ന അഭ്യൂഹത്തിനിടെ പത്രിക പിൻവലിക്കില്ലെന്ന് അൻവർ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി LDFും UDFും NDAയും. കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. കപ്പലിന്റെ കാർഗോയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്താ, അപകടത്തിന്റെ വ്യാപ്തി, ആഘാതം എന്നിവ എന്താണെന്ന് വ്യക്തമാക്കണം. വിശദാംശങ്ങൾ ജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കണമെന്നും കോടതി. ബംഗളൂരുവിൽ 11 പേരുടെ ജീവനെടുത്ത IPL വിജയാഘോഷ ദുരന്തത്തിൽ ഉണ്ടായത് ഗുരുതര വീഴ്ച. 40,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം പരിസരത്തെത്തിയത് 5 ലക്ഷത്തോളം പേർ. പരിപാടി ഒരു വേദിയിലേക്കും ഞായറാഴ്ചയിലേക്കും മാറ്റണമെന്ന പോലീസ് നിർദ്ദേശം തള്ളി. പോലീസിന് വീഴ്ചയില്ലെന്ന് DGPയുടെ റിപ്പോർട്ട്. പെട്ടെന്ന് ആൾക്കൂട്ടം തടിച്ചുകൂടിയതും അപകടത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ. സ്വമേധയാ കേസെടുത്ത കർണാടക ഹൈക്കോടതി. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം. 5 പേർ പ്രവേശനം നേടിയത് കോഴിക്കോട്ടെ 3 സ്കൂളുകളിലായി. നടപടി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. താമരശ്ശേരി സ്കൂളിന് മുന്നിൽ MSF KSU പ്രതിഷേധം. രാജ്യത്ത് ആശങ്കയേറ്റി കോവിഡ് വ്യാപനം കൂടുന്നു. ആക്ടീവ് കേസുകളുടെ എണ്ണം 4866 ആയി. 24 മണിക്കൂറിനിടെ മരിച്ചത് 5 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 7 പേർ. കേരളത്തിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. ഐസൊലേഷൻ കിടക്കകളും വെന്റിലേറ്ററുകളും അടക്കം സജ്ജമാക്കാൻ കേന്ദ്ര നിർദ്ദേശം. തീവ്രത കുറഞ്ഞ വകഭേദമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് വീണ്ടും നോട്ടീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. നിർമ്മാതാക്കളായ ബാബു ഷാഹിറും ഷോൺ ആന്റണിയും ഹാജരാകണം. നോട്ടീസ് അയച്ചത് മരട് പോലീസ്. അതിരൂപത ആസ്ഥാനത്ത് വൈദിക സമിതി യോഗത്തിനിടെ സംഘർഷം. യോഗത്തിനെത്തിയ വൈദികരെ തടഞ്ഞ സിനഡ് അനുകൂലികൾ. പ്രതിഷേധം. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട്. തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്നെന്ന് നിഗമനം. 2019 ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രേംകുമാർ പ്രതി. കൊലപാതകം നടത്തിയത് ജാമ്യത്തിലിറങ്ങി.